ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഉയരപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ചേർത്തല നഗരസഭ സർവകക്ഷി സമരസമിതി നടത്തുന്ന റിലേ സത്യാഗ്രഹം ശക്തമാകുന്നു. 10 ദിവസമായി തുടരുന്ന സമരത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച ദേശീയപാതയിൽ പ്രതിഷേധ ദീപം തെളിയിച്ചു. MLA പി പ്രസാദ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നവർക്ക് ദേശീയപാത ഒരു ബുദ്ധിമുട്ടായി മാറുന്ന തരത്തിലേക്ക് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട നടപടികളെത്തുന്നു എന്നുള്ളത് അങ്ങേയറ്റം പ്രതിസന്ധി ഉണ്ടാക്കുന്ന, പ്രയാസമുളവാക്കുന്ന ഒരു കാര്യമാണ്. ദേശീയപാതയുടെ ഓരം ചേർന്ന് നിൽക്കുന്ന ഏക റെയിൽവേ സ്റ്റേഷനാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം, നാട്ടിലും എല്ലാവർക്കും അറിയാം. പദ്ധതി ആസൂത്രണം ചെയ്തവർക്കും അതറിയാതിരിക്കാൻ ഒരു വഴിയും ഇല്ല. അവിടെ ഏറ്റവും നല്ല സഞ്ചാര സൗകര്യമൊരുക്കുക എന്നുള്ളത് ദേശീയപാതയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. ചേർത്തല റെയിൽവേ സ്റ്റേഷന്റെ മുൻവശം ദേശീയപാതയിൽ യാത്രക്കാർക്ക് ഏറ്റവും മികച്ച സൗകര്യമൊരുക്കുക, ഗതാഗത സൗകര്യമൊരുക്കുക, സഞ്ചാര സൗകര്യമൊരുക്കുക എന്നുള്ളത് ദേശീയപാതയുടെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം മറന്നുകൊണ്ടാണ്, ആ ഉത്തരവാദിത്വം അവഗണിച്ചുകൊണ്ടാണ് ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. നമ്മുടെ മുമ്പിൽ നേരത്തെ പറഞ്ഞിരുന്നത് സൗകര്യപ്രദമായ അടിപ്പാതകൾ ഉണ്ടാവും, സർവീസ് റോഡ്, സാമാന്യേന നല്ല സർവീസ് റോഡ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും എന്നെല്ലാമായിരുന്നു. എന്നാൽ പദ്ധതി പൂർത്തിയാകുന്ന അവസരത്തിലേക്ക് എത്തുമ്പോൾ ആരെയും അറിയിക്കാണ്ട് നടത്തുന്ന കാര്യം പോലെ ഇവിടെ മതിയായ സൗകര്യങ്ങളോടെയുള്ള ഒരു സർവീസ് റോഡ് ഉണ്ടാവുന്നില്ല എന്നുള്ളതും നമ്മുടെ അടിപ്പാതയ്ക്ക് ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്നുള്ളതും ഇപ്പോൾ ബോധ്യപ്പെടുന്നു. ചേർത്തല ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് ജോസഫ് ദീപം തെളിയിച്ചു. നഗരസഭാ ചെയർമാൻ എസ് സോബിൻ അധ്യക്ഷത വഹിച്ചു. സമരത്തിൽ അണിനിരക്കാൻ ചേർത്തല മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകളും രംഗത്തുണ്ട്. വൈസ് ചെയർപേഴ്സൺ NL വത്സലകുമാരി, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധർമിനി തമ്പാൻ, കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് M സന്തോഷ് കുമാർ, തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് AK പ്രസന്നൻ, മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ മോഹൻ, പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് TT വിക്രമൻ, വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു മുരളി തുടങ്ങിയവർ പങ്കെടുത്തു.